കോഴിയമ്മ എന്ത് തരും? സിംഗം എങ്ങനെ വിളിക്കും? ആന എങ്ങനെ വിളിക്കും? ഓ. ബൗബോ എങ്ങനെ കുറയ്ക്കും? ബൗബോ എങ്ങനെ എങ്ങനെ? ഓ. ജനകുട്ടി പാപ്പ കഴിക്കണ? എവിടെ ജാനകി? ജാനകി ജാനകി കാണിച്ചാണ് കാണിച്ചാണ്. ഉമ്ര ഓടിക്കാൻ എങ്ങനെയാണ്? ഇല്ല ഇല്ല ഞാൻ വിളിച്ചു. പപ്പാ പൊങ്ങിപ്പോ തുറ തുറ തുറ. ബാ ഞാൻ ചോദിക്കട്ടെ, ജാനകി ചോദിക്കട്ടെ, കോഴിയമ്മ എന്ത് തരും? അട്ടയാ? മുട്ട. സിംഗം എങ്ങനെ വിളിക്കും? ആന എങ്ങനെ വിളിക്കും? ഓ. ബൗബോ എങ്ങനെ കുറയ്ക്കും? ബൗബോ എങ്ങനെ എങ്ങനെ? ഓ. പിന്നെ എന്തുണ്ട്? ജാനകിയുടെ മൂക്ക് എവിടെ? മൂക്ക്. ജാനകിയുടെ കണ്ണെവിടെ? 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 ജാനകി ചെവി എവിടെ? ചെവി എവിടെ? ആ അതാണ് ചെവി. ജാനകിയുടെ തല എവിടെ? തല. ആ. കൈ എവിടെ? കൈ. അപ്പൂപ്പ എവിടെ പോയി? അപ്പൂപ്പായി ഷൂ എടുക്കാൻ പോയാ? ഇഞ്ചക്ഷൻ എടുക്കാൻ പോയാ? ഓക്കെ. ടാറ്റ പറ. ടാറ്റ. അങ്ങനെ ജാനകിയുടെ കളിച്ച് കിടന്ന് സമയം പോയി അറിഞ്ഞില്ല. 3 ആഴ്ച കഴിഞ്ഞു. തിരിച്ചു പോകാനുള്ള സമയമായി. ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇതേ കാറ് കയറ്റി വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഡെക്കറേഷൻ? ഞാൻ വർക്കലയിൽ നിന്ന് ട്രെയിൻ കയറി കൊച്ചി വഴിയാണ് പോകുന്നത്. ജാനകിക്കുട്ടി അപ്പോഴത്തേക്ക് ഉറക്കമായി. ഇതെൻ്റെ ചെറിയ പെട്ടി. ഇതേ തൊട്ടപ്പുറത്തിരിക്കുന്നത് എൻ്റെ വലിയ പെട്ടി. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു പെട്ടിയിട്ട് വന്നതാണ്, അങ്ങോട്ട് പോകുമ്പോൾ 2 പെട്ടിയിട്ട് പോകണം. എങ്ങനെയുണ്ട് എൻ്റെ ഡെക്കറേഷൻ? ജാനകിക്കുട്ടി ഇപ്പോഴും ഉറക്കമാണ്. അപ്പം എനിക്ക് ടാറ്റ തരാൻ ഉണർന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ ട്രെയിൻ വന്നു. ട്രെയിനിൽ 3rd AC കോച്ചാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. 500 സംതിങ് രൂപയാണ് ആയത്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത് കാവ്യയുടെ അച്ഛനും അമ്മയാണ്. അപ്പോൾ എനിക്ക് ടാറ്റ തന്ന് എല്ലാവരും എന്നെ യാത്രയാക്കാനായിട്ട് വന്നതാണ്. അങ്ങനെ ട്രെയിൻ എടുത്തു. വർക്കല ഭാഗത്തുകൂടിയാണ് പോകുന്നത്. ദേ ഇവിടെ കാണുന്ന നമ്മളാ കാഴ്ചയിൽ കാണുന്നത് കായൽ. ഇതുവഴി ഞാൻ വന്ന് പണ്ട് വള്ളത്തിലൊക്കെ പോയിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങ് ഇരിക്കുവാണ്. ഈ യാത്രയിൽ ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഈ സ്ഥലം എവിടെ നിന്നാക്കെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാമോ? ഇത് മൺട്രോത്തുരുത്താണ്. പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു മൺട്രോത്തുരുത്ത്. അങ്ങനെ 2023 ആനന്ദേൻ്റെ കൂടെ ചേർന്ന് മൺട്രോത്തുരുത്തൊന്ന് കറങ്ങി. ഒരു ദിവസം കംപ്ലീറ്റ് രാവിലെ 6 മണിക്ക് സൂര്യൻ ഉദിക്കുന്നത് തൊട്ട് വൈകുന്നേരം അസ്തമിക്കുന്നവരെ ഞങ്ങൾ മൺട്രോത്തുരുത്തിലും ആ ഭാഗത്തുള്ള കടലും കായലൊക്കെ കറങ്ങി നടന്നു. ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് മയങ്ങി എണീറ്റപ്പം ട്രെയിനൊരു സ്റ്റോപ്പിൽ നിർത്തിക്കുകയായിരുന്നു. അവിടെ നിന്ന് പിന്നെ വീണ്ടും എടുത്തു. അപ്പോൾ ഞാൻ ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തമ്പ് എന്ന ബുക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ DC ബുക്കിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശാഖ് രാജാണ്. നല്ല മനോഹരമായ ഡിസൈനാണ്. 230 രൂപയാണ് ഇതിൻ്റെ വില. അങ്ങനെ ആലുവ എത്താറായെന്ന് വിചാരിച്ച് ഞാൻ പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് ട്രെയിനിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. ട്രെയിൻ യാത്രയിൽ ഇവിടെ വന്ന് നിൽക്കുന്നത് അത്ര സേഫ് അല്ല, പക്ഷേ അതൊരു ചെറിയൊരു സന്തോഷമാണ് എനിക്ക്. അങ്ങനെ എറണാകുളത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുവാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട്. എൻ്റെ ഫ്രണ്ട് സാനന്ദ് ഇവിടെ ഇപ്പം PG ചെയ്യുകയാണ്. പിന്നെ എന്താ ഇടപ്പള്ളി കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോൾ ആലുവ എത്തുമെന്ന് വിചാരിച്ച് നിന്നെയാണ്. അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് വന്നത് എൻ്റെ അളിയനും അളിയൻ്റെ ഫ്രണ്ടും കൂടാണ്. അങ്ങനെ ആലുവയിൽ നിന്ന് ഞങ്ങളൊരു ഊബർ പിടിച്ച് എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് CNG കാറുകളുണ്ട്. ഞാൻ ഊബർ വഴി പിടിച്ചൊരു വണ്ടിയും CNG ആയിരുന്നു. അങ്ങനെ എയർപോർട്ടിനടുത്തുള്ള ശരവണഭവനിൽ ചെന്നു. ശരവണഭവനിൽ കയറി ഒരു മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ച്
മസാല ദോശയും നെയ് റോസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് അത് കഴിക്കാനായിട്ട് പോകണം. അപ്പം 95 രൂപയാണ് മസാല ദോശ. പക്ഷേ കുഴപ്പമില്ല, മോശമൊന്നും പറയാനില്ല. തിരുവനന്തപുരത്ത് കിട്ടുന്ന ആ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ മസാല ദോശ കഴിച്ചു. ഞങ്ങൾ പിന്നെ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ്. നാട്ടിൽ വന്നപ്പോഴും ഓട്ടോ പിടിച്ചാണ് വീട്ടിലോട്ട് പോയത്. അപ്പം എയർപോർട്ടിലോട്ടുള്ള ലാസ്റ്റ് യാത്രയും ഓട്ടോയിലായിരുന്നു. വലതുവശത്ത് കണ്ടൊരു കാഴ്ചയാണ്. അങ്ങനെ ഇടവും വലമൊക്കെ ഷൂട്ട് ചെയ്ത് ഓട്ടോയിലിരുന്ന് ഞങ്ങൾ ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഇനി ബാംഗ്ലൂരിൽ നിന്നാണ് ലണ്ടനിലേക്കുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തി. സിനിമയിൽ മാത്രമാണ് ഈ ഫ്രണ്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. എയർപോർട്ട് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, വൃത്തിയുണ്ട്, നല്ല കാമൻകോയിട്ടായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പെട്ടിയൊക്കെ പിടിച്ച് ഞാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഉടുപ്പ് ടീഷർട്ടൊക്കെ? അങ്ങനെ അകത്ത് കയറി മാതൃഭൂമി ബുക്സിലോട്ടാണ് ആദ്യം ചെന്നത്. അപ്പോൾ അവിടെ കയറി ബുക്കൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഒരുപാട് ബുക്ക് അവിടെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മാതൃഭൂമി ബുക്സിൻ്റെ ഒരു ഷോപ്പിൽ ചെല്ലുന്നത്. അപ്പോൾ അവിടെയുള്ള ബുക്കുകളൊക്കെ ഒന്ന് നോക്കി. മലബാർ മാനുവൽ ഇരിപ്പുണ്ട്, വില്യം ലോഗൻ എഴുതിയ. കുറച്ച് താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ടായിരുന്നു. ഞാൻ വായിക്കുന്നതേ കുറവാണ്, അപ്പം പിന്നെ ഇംഗ്ലീഷ് ഞാൻ ഒട്ടും വായിക്കില്ല എന്ന് വിചാരിച്ച് ഒന്നും മേടിച്ചില്ല. അതിൻ്റെ അപ്പുറത്ത് കണ്ടൊരു കടയാണ്. ഇത് ഈ വിഗ്രഹത്തിൻ്റെ വില നോക്ക്, 57,460 രൂപ. ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹമാണ്. അതൊക്കെ വെറുതെ ഒന്ന് നോക്കിയിട്ട്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്കിങ്ങനെ ചെവരിൽ ഒട്ടിച്ച് വയ്ക്കാൻ പറ്റുന്ന മോഡലാണ്. പക്ഷേ ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഹെഡ്സെറ്റൊക്കെ നോക്കാമെന്ന് വിചാരിച്ചത് ഈ കടയിൽ കയറിയതാണ്. അവിടെ കയറിയപ്പോൾ ഇതേ കണ്ടത് എൻ്റെ ഇരിക്കുന്ന അതേ മോഡൽ JBLൻ്റെ 10,000 രൂപയ്ക്ക് 1 രൂപ കുറവെന്നാണ് MRPയിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ അത്രയും വിലക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ യൂസർ റിവ്യൂ. അതിൻ്റെ നോയിസ് ക്യാൻസലേഷനോട് എനിക്ക് അത്ര വലിയ യോജിപ്പില്ല. പിന്നെ ഞാൻ സോണിയുടെ ഹെഡ്സെറ്റൊക്കെ ഒന്ന് നോക്കി. കുറച്ച് വിലയുള്ളതാണ്, 11,000 രൂപയ്ക്ക് മുകളിലുണ്ട് ഹെഡ്സെറ്റ്. അപ്പോൾ അവിടെ നിന്ന പയ്യൻ നമ്മുടെ ട്രിവാൻഡ്രത്ത് നിന്നുള്ള പയ്യനായിരുന്നു. അപ്പോൾ അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഹെഡ്സെറ്റിൻ്റെ കുറച്ച് ഡീറ്റെയിലൊക്കെ ചോദിച്ചപ്പം അവൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. അമ്മ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ കയറി എന്തെങ്കിലും മേടിച്ചേനെ. അങ്ങനെ കറങ്ങി നടന്ന് DC ബുക്കിൻ്റെ ഫ്രണ്ടിലെത്തി. DC ബുക്കിൽ നിന്നാണ് ഞാൻ സാധാരണ ബുക്കൊക്കെ വാങ്ങിക്കാറ്. കുറേ നാൾ ഞാൻ 2-ാം ഊഴം തിരക്കി കിടക്കുമായിരുന്നു. അപ്പോൾ അതേ ഇവിടെ വന്നപ്പം ഇരിക്കുന്നു 2-ാം ഊഴം. 2-ാം ഊഴം ഞാൻ ഏകദേശം ഒരു 2 കൊല്ലമായിട്ട് വായിക്കണമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. കറണ്ട് ബുക്ക് തൃശ്ശൂരാണ് പബ്ലിക്കേഷൻസ്. 575 രൂപയാണ് വില. ഒന്നും നോക്കിയില്ല, അവിടെ നിന്ന് അപ്പം തന്നെ മേടിച്ചു. പിന്നെ അപ്പോളോ ഫാർമസിയിൽ പോയി മോയ്സ്ചറൈസറൊക്കെ മേടിച്ചിട്ട് നേരെ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിനുള്ള ടൈമായി. ഫ്ലൈറ്റ് കയറാനായിട്ട് ബോംബെ കാണുന്നതാണ് ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കയറി. ഞങ്ങളില്ല, മുംബൈ പോകുന്ന ആളും കൂടെ ഉള്ളൂ. കോപ്പിറ്റ്. അങ്ങനെ സീറ്റ് കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ്. മുംബൈ പോയ ചേട്ടനും വ്ളോഗാണോ ഇൻസ്റ്റയിടുന്ന റീലാണോ കുറച്ച് വീഡിയോ ഒക്കെ ചേട്ടനും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ എൻ്റെ സീറ്റ് കണ്ടുപിടിച്ചു. ഇത്തവണയും വിൻഡോ സീറ്റാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, രാത്രിയില്ലേ, എന്നാലും കുറച്ച് രാത്രി കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു വിൻഡോ സീറ്റ് ആഗ്രഹിച്ച് എനിക്ക് 2 വിൻഡോ കിട്ടിയിട്ടുണ്ട്. നടുക്കൊരു ചെറിയൊരു ഗ്യാപ്പും ഉണ്ട്. അവിടെ ആയിരുന്നു ആ വിൻഡോ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് എനിക്ക് അപ്പോൾ തോന്നി. ഇതാണ് ആ വ്യൂവ്. ഒന്നുകിൽ ഇനി ഇങ്ങനെ പുറകോട്ട് നോക്കണം, അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് ആഞ്ഞു നോക്കണം, എന്നാലേ എനിക്ക് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ വിൻഡോയിൽ കൂടെ ഉള്ള ദൃശ്യമാണിത്. വിൻഡോ കുറച്ച് മുന്നോട്ട് ആഞ്ഞാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. ഇത് 2 വിൻഡോ. അങ്ങനെ ഫ്ലൈറ്റ് എടുക്കുന്ന ടൈമായി. ഫ്ലൈറ്റ് എടുത്തു. ഇത് കൊച്ചിയുടെ ആകാശ കാഴ്ചയാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ പൊട്ടായിട്ട് താഴെ കൂടെ പോകുന്ന വാഹനങ്ങളും ലൈറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ ഒരു 50 മിനിറ്റ് കൊണ്ട് എത്തും. അവിടെ നിന്ന് പിന്നെ രാവിലെ 8 മണിക്കാണ് തിരിച്ച് ലണ്ടനിലോട്ടുള്ള ഫ്ലൈറ്റ്. പിന്നെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയാം, ഇതൊരു സർപ്രൈസ് വിസിറ്റായിരുന്നു. 3 ആഴ്ച പോയതേ അറിഞ്ഞില്ല. ജാനിക്കുട്ടിയുടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റി, അവളുടെ കളിചിരിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളതായിരുന്നു ഈ വെക്കേഷൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ